മെയ് റിലീസുകൾ മലയാളത്തിൽ താരനിബിഡമാണ്, തകർപ്പൻ റിലീസുകളാണ്. വിഷു മുതൽ മലയാളത്തിൽ കാരണം വെക്കേഷനുമാണ്. നമുക്ക് കേരളത്തിലൊക്കെ വെക്കേഷനാണ്, ബാക്കിയുള്ളിടത്തൊക്കെ അത്യാവശ്യം ഇപ്പോൾ ഗൾഫ് മേഖലയിലൊക്കെ അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു. എന്നാൽ പോലും ഈ ഏപ്രിൽ മെയ് മലയാള സിനിമയെ സംബന്ധിച്ചുള്ള ഭയങ്കര കളക്ഷൻ കിട്ടുന്ന ഒരു സമയമാണ്. ഗംഭീര പടമാണെങ്കിൽ വാഴ 2 ഏപ്രിൽ 2 അന്ന് ദൃശ്യം വെച്ചിരുന്നതാണ്. ദൃശ്യം മെയ് 21 ഷിഫ്റ്റ് ചെയ്ത് മോഹൻലാലിന്റെ പിറന്നാൾ ബർത്ത്ഡേക്കാക്കി. വാഴ തൂക്കി 210-220 കോടി രൂപ ഇതുവരെയും കളക്ഷൻ നേടി കഴിഞ്ഞു. മോഹിനിയാട്ടമാണെങ്കിൽ ഗംഭീര സിനിമയാണ്. കളക്ഷൻ അത്രയും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നല്ല പടമാണ്. പള്ളിച്ചട്ടമ്പിയും ഈ പറഞ്ഞ പോലെ ദുരൂഹ സാഹചര്യത്തിലും വലിയ രീതിയിൽ പോകുന്നില്ല കളക്ഷൻ. പക്ഷെ മെയ്യിലോട്ട് വരുമ്പം മെയ് 1 വരികയാണ് അണ്ണന്മാരുടെ പടം. മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന മഹേഷ് നാരായണന്റെ ഗംഭീര ചിത്രം ഫഹദ് ഫാസിൽ കുഞ്ചാക്കോനുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ 95% തിയേറ്ററുകളിലും പേട്രിയോട്ട് തന്നെയാണ്. പിന്നെ 8 ജിത്തു ജോസഫിന്റെ പ്രൊഡക്ഷൻ ദൃഢം ഒഫീഷ്യൽ കൺഫർമേഷൻ ആയോ എന്നറിയത്തില്ല. ഷൈൻ നിഗമാണ് അതിനകത്ത്. ട്രെയിലറൊക്കെ കൊള്ളാം. ഇത് മെയ് 8 ഇറക്കും, കാരണം ഇതെല്ലാം പേട്രിയോട്ടിന്റെ വിജയം പോലെ ഇരിക്കും. പേട്രിയോട്ട് ഗംഭീര വിജയമാണെങ്കിൽ ചിലപ്പോൾ മാറ്റും. മെയ് 14 കൺഫേം ആണ്, മാറ്റിയിട്ടില്ല. അതിരടി എന്ന് പറയുമ്പോൾ ബേസിൽ നിർമ്മിക്കുന്ന പടമാണ്. ബേസിലും ടോവിനും ഒക്കെ നായകന്മാരായിട്ടുള്ള പടമാണ്. കോളേജിനെ ബിടെക് ക്യാമ്പസ് ആയിട്ടുള്ള സിനിമയാണ്. അത്യാവശ്യം നല്ല വിജയസാധ്യതയുള്ള സിനിമയാണ്. അത് മാറ്റിയിട്ടില്ല. അതിന്റെ കൂട്ടത്തിൽ തന്നെ അന്ന് ഇറക്കാനിരുന്ന സിനിമയായിരുന്നു കാട്ടാളനും മോളിവുഡ് ടൈംസും. 2 സിനിമകളും മാറ്റിയിട്ടുണ്ട്. ജൂണിലോ ജൂലൈയിലോ അതിന്റെ എക്സാക്ട് ഡേറ്റുകൾ വന്നിട്ടില്ല. പിന്നെ മെയ്യിൽ വരാനുള്ളത് മലയാള സിനിമയിലെ എക്കാലത്തെയും അല്ലെങ്കിൽ ഈ വർഷത്തെ 2024 ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നൊരു ചിത്രം ദൃശ്യം 3 ആണ്. ദൃശ്യം 3 മെയ് 21 മോഹൻലാലിന്റെ ബർത്ത്ഡേക്ക് കൃത്യം റിലീസാണ്. അതോടുകൂടി മെയ്യിൽ അത്യാവശ്യം വേണ്ട ചിത്രങ്ങളെല്ലാം വരും. ബാക്കി അന്യഭാഷ ചിത്രങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. മലയാളത്തിൽ തന്നെ ഗംഭീരമാർന്ന ഒരുപാട് ചിത്രങ്ങൾ അണിനിരക്കുന്ന മാസമാണ് മെയ്. എന്തായാലും ഒരു ഉത്സവ കാഴ്ച തന്നെ നിറയട്ടെ മലയാള സിനിമയെ നമുക്ക് ആശംസിക്കാം.